ഞാന് എന്തൊക്കെ പറഞ്ഞാലും ബസ്സിന്ന് ഇറങ്ങി വരുമ്പോ തന്നെ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ച സംഭവമാണ്. എനിക്ക് വൈകുന്നേരം നെയ്ച്ചോറും പൊള്ളിച്ചതുമാണ്. അതുകൊണ്ടല്ല എന്താ അറിയോ, അത് രസം ഞാൻ പറഞ്ഞുതരാം. രാവിലെ കഴിച്ചിട്ട് പോകും, ഉച്ചക്ക് ഡയറ്റ് തടി കുറയ്ക്കാനാണ് പറഞ്ഞിട്ട് ഒന്നും കൊണ്ടുപോകില്ല. ഉച്ചക്ക് ഡയറ്റ് അല്ല, എന്താ വെയിറ്റ് ഉണ്ട് ബാഗിന്, പള്ളിയിൽ തന്നെ ബുക്കിന്റെ വെയിറ്റ് ഉണ്ട്. ഒന്നല്ല. പിന്നെ ഞാനുണ്ടല്ലോ ഉച്ചക്ക് ലഞ്ച് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബസ് കേറുമ്പോ മുതൽ ഇറങ്ങുമ്പോ വരെ വിചാരിക്കണം അത് കൊണ്ടുപോയി കഴുകി വെക്കണല്ലോ, കൊണ്ടുപോയി കഴുകി. പാത്രം കഴുകി വെക്കാൻ മടിച്ചിട്ടാണോ സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകാത്തത്? അമ്പടി കേമി, എനിക്ക് അറിയില്ലായിരുന്നത്. എന്നിട്ട് ഇതൊക്കെ പട്ടിണിയൊക്കെ കടന്നിട്ട് വൈകുന്നേരം ഒന്നെങ്കിൽ നെയ്ച്ചോറ് പൊള്ളിച്ചത് അല്ലെങ്കിൽ ഷവായി കഴിക്കും. നമ്മള് ഡയറ്റ് എന്തോള് പറയരുത് പറഞ്ഞാൽ പറയും. ഇന്നെന്റെ ബസ്സിത്തെ കുട്ടിയല്ല, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അജുവ, ഓള് കേറിയപ്പോ തന്നെ നല്ല നെയ്ച്ചോറ്, നല്ല പൊള്ളിച്ചത്, പിന്നെ ഉള്ളിയും നാരങ്ങ കുടിച്ചിട്ട് കഴിച്ചാണ്ടല്ലോ പറഞ്ഞു. ഇതൊന്ന് വ്ളോഗ് എടുക്കും പറഞ്ഞു. എന്താ വെച്ചാ വിശന്നല്ലേ വരുന്നത്. അപ്പൊ പല ഞാനിപ്പോ ഫുഡ് കഴിച്ച് വയറിഞ്ഞാലും ഞാൻ പറയാൻ പോണു എനിക്ക് വൈകുന്നേരം നെയ്ച്ചോറ്. എന്റെ പൊന്നെന്താ ഒന്നും രണ്ട്. അതെ, എന്ത് പറ്റി? തയ്യൊക്കെ കെട്ടിയിട്ടുണ്ടല്ലോ. എന്റെ മക്കള് കമ്മലൊന്നും ഇടൂല കേട്ടോ, കമ്മലൊന്നും ഇടൂല രണ്ടുപേരും. ഫ്രണ്ട്സ്, ദിയമോക്കിനി കമ്മലിടുന്നില്ല, ദിയമോള് കാത് കുത്തുന്നില്ല. ഇനി കാത് കുത്തണം ദിയമോളെ. കാതിലെ ഓട്ട അടഞ്ഞ്. ആണോ? എന്നാ പാപ്പു നമുക്ക് കുത്താം.